ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1 നിങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കിട്ടിയ കാർഡ് സ്റ്റാർ കാർഡാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് സോർഡ്സ്, 5 of Pentacles, King of Swords, Justice, Sun, Hermit, 9 of Cups and the Devil. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളെപ്പോഴും വളരെ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാൻ. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ വളരെ പവർഫുള്ളാണ്. നിങ്ങൾ എന്തിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് തീരുക. ഓക്കെ, നിങ്ങൾ എനർജറ്റിക്കലി അതിനോട് കണക്റ്റഡ് ആവുകയും അതിനെ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളുടെ ചിന്തകളെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. വളരെ ഒരു ഇൻസ്പയർഡ് ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ ഹൈ വൈബ്രേഷണൽ എനർജിയിൽ നിന്നുകൊണ്ട് വേണം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനായിട്ട്. പിന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നു, ഏതൊരു നല്ല ഡിസിഷൻ എടുക്കണമെങ്കിലും നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിരിക്കണം. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട്, നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഒരു കണ്ണാടി പിടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ്, തിരിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ്. നിങ്ങൾ എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ റിയാലിറ്റി ആയിരിക്കുക, അത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുക. അപ്പോൾ നിങ്ങൾ വളരെ ഒരു പോസിറ്റീവ് എനർജിയിലാണ്, നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതേ എനർജി തന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കുക. അതേസമയം നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുക, വളരെ പെസിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക, അതുപോലെ തന്നെ വളരെയധികം ടെൻഷനിൽ എപ്പോഴും ഇരിക്കുകയാണെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുക. കാരണം നിങ്ങൾ അതാണ് ആകർഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് എനർജിയിൽ ഇരിക്കുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ നിങ്ങളെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ചിന്തകൾ, ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചിട്ടുള്ള ചില വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ കൊണ്ടാണ്. ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞു പോയതാണ് അല്ലേ, അത് എന്തുകൊണ്ട് സംഭവിച്ചു, അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെന്താണോ നടന്നത് അത് അങ്ങനെ തന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ശരിയാണ്, നമുക്ക് തോന്നും അത് അങ്ങനെയല്ലായിരുന്നെങ്കിൽ, വേറെ രീതിയിലാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പല സിനാരിയോസ് ചിന്തിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല, കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, അതിനെ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. ശരിയാണ്, അങ്ങനെ സംഭവിച്ചു, അതെനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി, പക്ഷെ അതിൽ നിന്ന് ഞാൻ ചില പാഠങ്ങൾ പഠിച്ചു, ഇതൊക്കെയാണ് ഞാൻ പഠിച്ച പാഠങ്ങൾ, ഇനി ആ പാഠങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ആ ഒരു കഴിഞ്ഞ കാലത്ത് സംഭവിച്ച് ഒരു വേദന ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നല്ലതുണ്ടാവില്ല എന്നൊരർത്ഥമില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കുമല്ല, ഇപ്പോൾ എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുന്നു, എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നു ചിന്തയുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയണം, അവർ നിങ്ങളുടെ കൂടെയുണ്ട്, അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല രീതിയിലാണ് നിങ്ങൾക്ക് ആ ഗൈഡൻസ് കിട്ടുന്നത്. ചിലപ്പോൾ അതൊരു എന്താ പറയണ്ടേ, ഫ്ലെക്സ് ബോഡി എന്നായിരിക്കാം. ഓക്കെ, അവിടെ ഒരു പ്രത്യേക ഒരു സെൻറ്റൻസ് ആയിരിക്കാം നിങ്ങളെ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ ചില ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് പോലെ റിസീവ് ചെയ്യുന്നതായിരിക്കാം മെസ്സേജസ്. അങ്ങനെ അത്രയും നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് അറിയിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഓക്കെ, നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലൂടെ പോകുമ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും മനുഷ്യന്മാരാരും ഉണ്ടാവില്ലായിരിക്കാം. അതിനർത്ഥം നിങ്ങൾ ഒറ്റയ്ക്കാണെന്നല്ല, നിങ്ങളുടെ ഡിവൈൻ ടീം, നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ടീം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളോട് അതുപോലെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ്, എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും അതിൽ ഉറച്ചു നിൽക്കുക. ആ തീരുമാനം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സ്വീകരിക്കുക. ഓക്കെ, ആ തീരുമാനത്തിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. സംശയിച്ച് തീരുമാനങ്ങൾ എടുക്കാനോ മുന്നോട്ട് പോകാനോ ഒരു ചോയ്സ് എടുക്കാനോ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുമ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും വളരെ കോൺഫിഡൻ്റ്, ആ ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ അത് എടുക്കണം. അങ്ങനെ നിങ്ങൾ മാറണം. നിങ്ങളുടെ ആ ഒരു മാറ്റം അനിവാര്യമാണ് എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. അതുപോലെ ആളുകളുമായിട്ട് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക.
ഓക്കെ, ആർക്കും വന്ന് എന്തും പറഞ്ഞു പോവാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാം. അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾക്കൊരു കൃത്യമായ ബൗണ്ടറി മറ്റുള്ളവരുമായിട്ട് വേണം. ഓക്കെ, അത് ചെയ്യാൻ അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് ചിലപ്പോൾ കാരണം നിങ്ങളൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുമ്പോൾ പലരും അത് ഇഷ്ടപ്പെടില്ല. കാരണം അവരുടെ ഒരു എന്തും പറയാം അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാണ് അല്ലേ. അവരെ അകറ്റി നിർത്തുകയാണ്. അപ്പോൾ അവർക്ക് ട്രിഗേർഡായിട്ട് അവർ ചിലപ്പോൾ നിങ്ങളെ കുറേ ദോഷം പറയാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതൊക്കെ നേരിടാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെ തയ്യാറാകുമ്പോഴാണ് നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ശക്തി കൂടുള്ളൂ. ഓക്കെ, അങ്ങനെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ എത്ര സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിച്ചാലും, എന്ത് സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചാലഞ്ചസ് അപ്പോഴും ഉണ്ടാവും ഇല്ലേ. അത് ഫേസ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനും നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇപ്പോഴേ നിങ്ങളത് ശീലിച്ചില്ലെങ്കിൽ അപ്പോൾ അത് നടന്നതിന് ശേഷം, ഞാൻ ആഗ്രഹിച്ച ജീവിതം ലഭിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് നമ്മൾ ഓൾറെഡി ഇപ്പോഴേ നമുക്കത് ചെയ്യാൻ സാധിക്കണം. പിന്നെ എന്താ പറയുക, യാതൊരു കാരണവശാലും ഒന്നിനു വേണ്ടിയും കള്ളം പറയരുത്. ഓക്കെ, എന്ത് തന്നെ സംഭവിക്കുമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യരുത്, കള്ളം പറയരുത്. നിങ്ങളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ അത് അതിൽ ഒരു നീതിയും ന്യായവും ഉണ്ടായിരിക്കണം, പറയുന്ന കാര്യങ്ങളിൽ സത്യം ഉണ്ടായിരിക്കണം എന്നും കൂടിയാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എടുത്ത് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ പോസിറ്റീവായിട്ടിരിക്കുക, വളരെ എന്താ പറയണ്ടേ, വളരെ പ്രതീക്ഷയോടെ ഇരിക്കണം എന്നാണ് പറയുന്നത്. അത്രയും നല്ലൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ ആക്ഷൻ എടുക്കണം, ഇതൊക്കെ നിങ്ങളിൽ തന്നെയാണ്. അതിനുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഓക്കെ, നിങ്ങളതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അത് ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഒരു തരത്തിലുള്ള നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ എന്താ പറയുക പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഓക്കെ, ചിലപ്പോൾ ചില ബന്ധങ്ങളാവാം, ചിലപ്പോൾ ചില എന്താ പറയണ്ട സാഹചര്യങ്ങളാവാം. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തിരിക്കുകയാണ്, നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ ആ കാര്യം, ഏത് കാര്യമാണോ, ഏതൊരു വ്യക്തിയാണോ, അവരിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഒരകലം പാലിക്കണം. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം. ഈ ഒരു സമയം നിങ്ങൾ എന്താണോ ഭാവിയിൽ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായി ചിന്തിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ശ്രദ്ധ അതിലായിരിക്കണം, നിങ്ങൾ അതിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കണം, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെന്ന വ്യക്തമായ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ജീവിതം എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ജീവിതത്തിനെ സ്വീകരിക്കാനും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നു. ഒരു തരത്തിലും എന്താ പറയുക മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ ശ്രമിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ എന്താ പറയുക അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ, ഇന്നത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ആവില്ലായിരുന്നു, അങ്ങനത്തെ ചിന്തകളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം, ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ്, ഇപ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് എന്താ പറയുക ഒരു ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക മുന്നോട്ട് പോകാൻ നിങ്ങളെ സമ്മതിക്കാത്ത തരത്തിലുള്ള ചില ഭയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ തന്നെ സ്വതന്ത്രരാക്കണം എന്നാണ് പറയണത്. നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിൽ സറണ്ടർ ആയിട്ട് നിങ്ങളെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ജേണി വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരത് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ അതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുക, അതൊക്കെ ഫോളോ ചെയ്യുക. ഇതാണ് ഗ്രൂപ്പ് 1-നുള്ള ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കൂടുതൽ വ്യക്തത നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള റീഡിംഗ് നിങ്ങൾക്ക് ഇനിയും എന്നിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തംബ്നെയിലെ രണ്ടാമത്തെ പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് എന്ത് പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളോട് ഇപ്പോൾ നൽകാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്
7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പിന്നെ ക്യൂൻ ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, the devil, king of swords, page of wands, judgment, king of cups, queen of wands, and നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കാർഡാണ് 3 of swords. ഞാൻ ഇവിടെ വെക്കാൻ കേട്ടോ. അപ്പോൾ എനിക്കിതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം. അതായത് നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരാളായിരിക്കും, ഫ്രണ്ട്സിലെ ഒരാളായിരിക്കാം. അങ്ങനെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അവരോട് നിങ്ങൾക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട്, നിങ്ങൾ അവർക്കായി ഒരു തരത്തിൽ കാത്തിരിക്കുകയാണ്, അവരിൽ നിന്നൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ അല്ല കേട്ടോ. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നല്ലൊരു കണക്ഷനേ അല്ല. അവർ ഇമോഷണലി അവൈലബിൾ അല്ല. അവർ വളരെയധികം ഒരു ഡിസ്റ്റൻസ് ഉള്ള, എന്താ പറയുക, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ കാണുന്നത്. ഇമോഷണൽ അവൈലബിലിറ്റി ഒട്ടുമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കാം, ഈ ഒരു ബന്ധം വളരെ നന്നായിട്ട് പോകുന്നതാണെന്നൊക്കെ. പക്ഷെ അതല്ല റിയാലിറ്റി. അതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് പറയാനുള്ളത്. നിങ്ങൾക്ക് ശരിയാണ്, അവരോട് ഒരു ഇഷ്ടമുണ്ട്, അവർക്കും തിരിച്ച് ചിലപ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊരു അട്രാക്ഷനാണ്, മ്യൂച്വൽ അട്രാക്ഷനാണ്, അവിടെ ഒരു ഫീലിങ്സ് ഇല്ല. നിങ്ങൾ വളരെ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള, വളരെ കമ്പാഷനേറ്റും കെയറിങ് ആയിട്ടുള്ള ഒരു ജെൻറ്റൽ പേഴ്സണാലിറ്റി ആണെന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇമോഷണൽ അവൈലബിലിറ്റി ഈ വ്യക്തിക്കില്ല. അവരുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് സ്വോർഡ്സ് എനർജിയാണ്. ഓക്കെ, അവർ വളരെ ഡിസ്റ്റൻസ് ആണ്, അവർക്ക് ഇമോഷണൽ അവൈലബിലിറ്റി ഒട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അവർ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. ഓക്കെ, ആ ഒരു ഡീപ്പ് ലെവൽ കമ്മിറ്റ്മെൻറ്റിന് അവർ ഇൻട്രസ്റ്റഡ് അല്ല, അവരതിന് തയ്യാറല്ല. അവരൊരു അട്രാക്ഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് ആൻസിസ്റ്റേഴ്സ് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള യൂണിയന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. കാരണം നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിൻ്റെ കൂടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ള പാർട്ട്ണർ നിങ്ങളുടെ കിങ് ഓഫ് കപ്സ് ആണ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. ആ വ്യക്തി വരുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ആ ഒരു കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഫീൽ ചെയ്യുള്ളൂ റിലേഷൻഷിപ്പ് വൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഡിവൈൻ യൂണിയന് നിങ്ങൾ തയ്യാറെടുക്കുക. നിങ്ങളതിന് മനസ്സുകൊണ്ട് തയ്യാറാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ഇൻസെക്യൂരിറ്റീസോ എന്തെങ്കിലും സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ വർക്ക് ചെയ്ത്, എന്തെങ്കിലും ഇന്നർ ചൈൽഡ് വൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്ത് അങ്ങനെ നിങ്ങളുടെ ഹീൽഡ് വേർഷൻ ആവാൻ ശ്രമിക്കുക. ഈ ഒരു ഡിവൈൻ യൂണിയന് പറ്റുന്ന പെർഫെക്റ്റ് അലൈൻമെൻറ്റിലാവാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്താ പറയണ്ടേ ആക്ഷൻസ് എടുക്കേണ്ട ഒരു സമയമാണിത്. അല്ലാതെ ഈ ഒരു കണക്ഷനിൽ ഫോക്കസ് ചെയ്യേണ്ടതല്ല. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ എന്ത് വേണം, യൂണിവേഴ്സിനോട് ഈ റിലേഷൻഷിപ്പ് വരുമ്പോൾ, അതായത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ പ്ലാൻസിനോടും യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിനോടും നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിനൊരു പ്ലാൻ ഉണ്ട്, യൂണിവേഴ്സിനൊരു ടൈമിംഗ് ഉണ്ട് കാര്യങ്ങൾ നടക്കണേൽ. അതുപോലെ നടക്കട്ടെ, അതിന് നിങ്ങൾ അനുവദിക്കണം. നിങ്ങൾ അനുവദിച്ചാൽ മാത്രമേ അത് ആ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ. അപ്പോൾ അതിൽ കുറഞ്ഞതൊന്നും നിങ്ങൾ അർഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഹൈ ആണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡാണ്, നീ കോംപ്രമൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ഹൈ സ്റ്റാൻഡേർഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വ്യക്തിക്ക് ആ ഒരു ലെവലാണ്, അവർ ആ സ്റ്റാൻഡേർഡിലുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾ ആ ഒരു പാർട്ട്ണറിൽ ആ ഒരു സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്ക് ഓൾറെഡി അങ്ങനെ എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ചുറ്റുള്ളവർ പറയാതെ എന്താണ്, അങ്ങനെയൊന്നും എല്ലാം കിട്ടില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഇത് സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതലാണ്, നീ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെപ്പാടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത് യൂണിവേഴ്സിനെ മാത്രമാണ്. യൂണിവേഴ്സിനോട് ഈ കാര്യം പറയാം, യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള ആളെ കൊണ്ടുതരും. നിങ്ങൾക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആ ഒരു എനർജിയിലായതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഞാൻ കേൾക്കുന്നു റിലേഷൻഷിപ്പിലാവാൻ ഡെസ്പറേറ്റ് ആവാതിരിക്കുക. എനിക്കൊരു കൂട്ട് വേണമെന്നുള്ള ഒരു ഡെസ്പറേറ്റ് എനർജി പാടില്ല. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നല്ലൊരു കൂട്ടാവാലോ. ഓക്കെ, അത് നിങ്ങൾ ശീലിക്കണം. നിങ്ങളിൽ തന്നെ നിങ്ങളുടെ സ്വന്തം കമ്പനിയിൽ നിങ്ങൾ സന്തോഷിക്കാനും അതിൽ നിങ്ങൾ പീസ്ഫുൾ ആയിരിക്കാനും നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ സ്വന്തം ഒരു കമ്പനി നിങ്ങൾ എൻജോയ് ചെയ്യാൻ പഠിച്ചാലാണ് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്കത്
അതിൻ്റെ പൂർണ്ണതയിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും തോന്നും എന്തൊക്കെയോ കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് പ്രയോറിറ്റൈസിങ് നിങ്ങൾ ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ നിന്നാണ് നിങ്ങളെ സ്നേഹിക്കുന്നിടത്താണ് അവിടെ നിന്നാണ് തുടങ്ങണേ നിങ്ങളുടെ ഡിവൈൻ യൂണിയനിലേക്കുള്ള നിങ്ങളുടെ യാത്ര. ഓക്കെ, അപ്പോൾ അതിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്ട് ആ ഒരു സാഹചര്യത്തിനെയും യൂണിവേഴ്സിൽ സമർപ്പിക്കുക. യൂണിവേഴ്സിനോട് പറയുക, എനിക്ക് ഫേറ്റഡ് ആയിട്ടുള്ള, എനിക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള എൻ്റെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ എന്നാൽ കഴിയുന്ന പോലെ ഞാൻ തുടങ്ങുകയാണ്. ഇനി എന്നെ മുന്നോട്ട് നയിക്കേണ്ടത് യൂണിവേഴ്സാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, കഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഇനി മുന്നേ എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടായി അതിലൊരു വിഷമോ കാര്യങ്ങളോ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങളൊക്കെ അവസാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ ആക്റ്റീവ്ലി ഹീൽ ആവേണ്ട ഒരു സമയമാണ്. നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും നിങ്ങളോട് കാണിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്നൊക്കെ ഈ ഒരു ഇൻസെക്യൂരിറ്റീസിൽ നിന്നും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ അത് നിങ്ങൾക്ക് നല്ലതല്ല. അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നേ പറ്റുള്ളൂ. അത് നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് നല്ലതല്ല. അതൊരു ടോക്സിക് എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒട്ടും അലൈൻഡ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണോ, നിങ്ങളുടെ പാർട്ട്ണറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണോ അതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഡിവൈൻ കൗണ്ടർ പാർട്ടിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട്. അതിൻ്റെ സമയമാണിത്. നിങ്ങളിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഡിവൈൻ യൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ എനർജറ്റിക്കലി നടത്തേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ആ ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. അതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയണത്. അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. മറ്റ് ഈ ഒരു ബന്ധത്തിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക. ഇത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമാണ്. ചിലപ്പോൾ ഈ വ്യക്തി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ആ ഒരു ഭംഗിയുടെ പുറത്താണ് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ വന്നിട്ടുള്ളത്. തിരിച്ചും മനസ്സിലായോ, അവർക്കുള്ള അട്രാക്ഷൻ ആ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിലാണ്. അതിനൊരു ഡെപ്ത് ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഡെപ്ത് ഉണ്ടായിരിക്കും, നിങ്ങളൊരു ഇമോഷണലി അവൈലബിൾ ആയിരിക്കും, പക്ഷെ അവർ ഒട്ടും ഇമോഷണലി അവൈലബിൾ അല്ല. അവർ നിങ്ങൾ വേദനിക്കുന്നിടത്താണ് ഇതിൻ്റെ അവസാനം. അപ്പോൾ അത് നമുക്ക് വേണ്ടല്ലോ, അത് ഉപേക്ഷിക്കുക. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെ ഡിവൈൻ യൂണിയന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുമാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോടിപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടുതലൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു എന്ത് ചെയ്യണം, നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കേണ്ടതെന്നുള്ള ഒരു വ്യക്തത ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് ഇനിയും എന്നിൽ നിന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തമ്മിൽ മൂന്നാമത്തെ പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം. നമുക്കതെന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് 4 ഓഫ് കപ്സ് ആണ്, 8 ഓഫ് wands, 6 of cups, 9 of pentacles, Knight of Pentacles, Page of Pentacles, the Moon, Hierophant and Ace of Swords. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയണ്ടേ, ഒരു ബ്രേക്ക് ത്രൂ, ഒരു വിജയം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെ ആദ്യം തന്നെ അറിയിക്കാനുള്ളത്. അപ്പം അതിന് പക്ഷേ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ഈ ഒരു ചേഞ്ച്, ഈ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, ഒരു നേട്ടം നിങ്ങൾ കൈവരിക്കുന്നുണ്ട്. ആ നേട്ടത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പുരോഗതി ഉണ്ടാവുന്നുണ്ട്, വളർച്ച ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതെങ്ങനെയാണ് ഈ നേട്ടം നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ വളർച്ച വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല. പക്ഷെ അതേസമയം ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നതാണ്. പെട്ടെന്നാണ് വരുന്നതും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾ അതിന് റെഡി ആയിരിക്കണം എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു പോയ, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ അധികം ഫോക്കസ് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞു പോയതാണല്ലേ, നിങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളത് അതല്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്നാണ് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു സോൾ ട്രൈബ് മെമ്പർ, ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ളൊരു വ്യക്തിയാവാം, നിങ്ങളെക്കാൾ മുതിർന്നൊരു വ്യക്തിയാണെന്നാണ് ഞാൻ കാണുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ അവരെ അറിയാം, കണ്ടിട്ടുണ്ട്, ഒരു പരിചയമുണ്ട്. അല്ലെങ്കിൽ
കഴിഞ്ഞ മുൻജന്മങ്ങളിലുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായി കാണുകയാണെങ്കിലും ഈ വ്യക്തിയോട് ഒരു വല്ലാത്തൊരു പരിചയവും അടുപ്പവും നിങ്ങൾക്ക് തോന്നും. അതെന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരേ സോൾ ഫാമിലിയിലുള്ളവരാണ്. പിന്നെ മുൻജന്മത്തെ ബന്ധത്തിൻ്റെ ആ അടുപ്പാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ അവരിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു നേട്ടം നിങ്ങൾ കൈവരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരു വളർച്ചയും ഈ ഒരു നേട്ടം മുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, വൈകിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് വൈകി വരുന്ന ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ വൈകി വരുന്നൊരു നേട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് അതിപ്പോൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരു വലിയ ഒരു വളർച്ചയും ഒരു നേട്ടവുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ എനർജി ഇപ്പോൾ മൂവ്മെൻറ്റിലാണ്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അതിനായി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ഓക്കെ, ഒരു റിസൾട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അതിനെ കൈവിടാതെ, ആ ലക്ഷ്യം വേണ്ടാന്ന് വെക്കാതെ നിങ്ങൾ അതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ സ്റ്റെപ്പാണെങ്കിൽ പോലും നിങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങളത് വിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങളത് ഓക്കെ, ഞാൻ ഇത്രയും ശ്രമിച്ചല്ലോ, എനിക്കൊരു റിസൾട്ടും കിട്ടില്ല, എന്നാൽ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അത് നേടാനാവുമ്പോൾ എന്തായാലും ഞാൻ നേടിയെടുത്ത് എനിക്ക് കഴിയുള്ളൂ, അത് എങ്ങനെയെങ്കിലും ഞാൻ നേടിയെടുത്തിരിക്കും എന്നുള്ള ആ ഒരു എന്താ പറയേണ്ട ഒരു വിശ്വാസം നിങ്ങൾക്ക് സ്വയം ഉണ്ടായിട്ടുണ്ട്, ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതിൽ പുറത്താണ് നിങ്ങൾ ഇങ്ങനെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, പലപ്പോഴും അത് വിട്ട് കളയാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സിലൊരു വിശ്വാസമുണ്ട്, നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾ വളരെയധികം അതിങ്ങനെ എന്താ പറയണ്ടേ, മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു എന്താ പറയണ്ടേ ഒരു നേട്ടം നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനേക്കാൾ മികച്ച രീതിയിലാണ് ഈ നേട്ടം സംഭവിക്കുന്നത്. മാത്രമല്ല അതിനേക്കാൾ കുറച്ചും കൂടെ സോളിഡാണ് ഈ ഒരു നേട്ടം. അതിലൂടെ ഉണ്ടാകുന്ന വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കാലത്തേക്കുമുള്ളൊരു വളർച്ചയാണ്. ഓക്കെ, അപ്പോൾ അതൊരു ലോങ് ടേം ബ്ലെസ്സിങ് പോലെയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിത നിലവാരം ഒരുപാട് ഉയരാൻ സാധ്യതയുണ്ട് ഇതിലൂടെ. അപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് ഇത് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരുപക്ഷെ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും, നേട്ടമായിരിക്കാം. അപ്പോൾ ഇതെന്നെക്കൊണ്ട് സാധിക്കൂ എന്നുള്ള ചിന്തയൊന്നും വേണ്ട, അത് ധൈര്യമായി സ്വീകരിക്കുക, അത് എൻജോയ് ചെയ്യുക. ആ ഒരു നേട്ടം നിങ്ങൾ കൈവരിക്കുമ്പോൾ നിങ്ങളത് ആസ്വദിക്കുക. നിങ്ങൾ അതിനുവേണ്ടി എത്രയോ വർഷമായി കഷ്ടപ്പെടുന്നു. ഓക്കെ, എന്നിട്ട് അവസാനം നിങ്ങൾക്ക് ആ നേട്ടം കിട്ടുന്നതല്ലേ, നിങ്ങൾ നേടിയെടുക്കല്ലേ നിങ്ങളുടെ ആ ലക്ഷ്യം. അപ്പോൾ നിങ്ങളതിന് എന്ത് വേണം, നിങ്ങളത് സന്തോഷിക്കണം, നിങ്ങളത് എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം. അതിനെക്കുറിച്ച് അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അങ്ങനത്തെ അനാവശ്യമായ ആവലാതികളൊന്നും ഇല്ലാതെ അത് ആസ്വദിക്കാനാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ശരിയാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഈ ഒരു കാര്യം വരുമ്പോൾ എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ, ഈ ഒരു ലക്ഷ്യം ഞാൻ നേടിക്കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായൊരു ധാരണ ഇല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ യൂണിവേഴ്സിനെ, ഡിവൈനിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. ഈശ്വരനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ ഈശ്വരനിൽ മുഴുവനായി നിങ്ങളെ സമർപ്പിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന വഴിത്തിരിവാണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ടേൺ ആണ് ഈ ഒരു കാര്യം കൊണ്ടുവരുന്നത്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, ഫ്യൂച്ചർ എന്തായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലെങ്കിൽ എനിക്കിത് വേണ്ട, അങ്ങനത്തെ ചിന്തകളൊന്നും പറ്റില്ല. നിങ്ങളിത് എന്താ പറയുക, ഒരു ഗോ വിത്ത് ദ ഫ്ലോ കൈൻഡ് ഓഫ് എനർജിയാണ്. ഓക്കെ, എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കുന്ന സമയമുണ്ടല്ലോ, അതിനെ അങ്ങനെ വിശ്വസിച്ചിട്ട്, പക്ഷേ അതായത് ഈശ്വരനിൽ വിശ്വസിച്ചിട്ട് എനിക്ക് നല്ലതാണ് ഈശ്വരൻ കൊണ്ടുവരുള്ളൂ, യൂണിവേഴ്സ് എനിക്ക് നല്ലതേ കൊണ്ടുവരുള്ളൂ, ഇത് എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നല്ല കാര്യങ്ങളെ കൊണ്ടുവരുള്ളൂ എന്ന ആ ഒരൊറ്റ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. അതാണ് എന്താ പറയണേ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. മനസ്സിലുള്ള അനാവശ്യമായ ഭയങ്ങൾ, അനാവശ്യമായിട്ടുള്ള പേടി കൊണ്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, ഈശ്വരനിൽ സമ്പൂർണ്ണ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഇത് നിങ്ങൾ ഒരിക്കലും അത് എന്താ പറയുക റിഗ്രറ്റ് ചെയ്യില്ല. അതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. നിങ്ങൾ ആഗ്രഹിച്ച ഒരു നേട്ടമാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യമാണ് നിങ്ങൾ നേടിയെടുക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും ഒരുപടി മുകളിലാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ അതിനിപ്പോൾ തയ്യാറാണ്. കാരണം അത്രയും നാൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ അതിന് തയ്യാറാണ്. ആ ഒരു എന്താ പറയുക അപ്ഗ്രേഡഡ് വേർഷൻ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കൊരു യാത്ര ഉണ്ടാവാം, നിങ്ങൾ വേറൊരു നാട്ടിലേക്ക് താമസം മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, ഒരു റീലൊക്കേഷനൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തായിരിക്കും അതൊക്കെ. പക്ഷെ അതെല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം.
ഓക്കെ, യൂണിവേഴ്സ് ഇന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനാണ്, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണ്ടാന്നൊന്നും വെക്കരുത്. ഈശ്വരനെ വിശ്വസിച്ച് ഈശ്വരന് സമ്പൂർണ്ണം സമർപ്പിച്ച് ഇത് സ്വീകരിക്കുക. ഈ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുന്നത് ആസ്വദിക്കുക, ഈശ്വരനോട് നന്ദി പറയുക. അങ്ങനെ എന്താ പറയുക, എങ്ങോട്ടാണോ ഈശ്വരൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്, യൂണിവേഴ്സ് കൊണ്ടുപോകുന്നത്, അതേ വഴിയേ പോവുക. പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പോവുക. അതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം. വീണ്ടും പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ഇത് സംഭവിക്കുന്നത്. ഓക്കെ, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഇത് വരുന്നതും വരുന്ന സമയവും വരുന്ന രീതിയും വളരെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. മാത്രമല്ല അവിടുന്ന് വളരെ പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയും മാറ്റങ്ങളും ഉണ്ടാവുക. പെട്ടെന്നാണ് ഒരു പ്രോഗ്രസ്. ചിലപ്പോൾ ഈ യാത്രയൊക്കെ പെട്ടെന്നാവും നടക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതിനൊന്ന് പൊരുത്തപ്പെടാനൊന്നും ചിലപ്പോൾ ഒരു സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ അതുമായി മുന്നോട്ട് പോയിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്, മൈ ഡിയർ ഗ്രൂപ്പ് 3. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗൈഡൻസ് തന്നെയാണ് ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള റീഡിങ് എന്നിൽ നിന്ന് കൂടുതൽ കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിങ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക്